ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീട്ടിൽ നമ്മളൊരു പുതിയ ഇൻവെർട്ടർ, നമ്മൾ അറിയാലോ ഇൻവെർട്ടർ ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ KSEBിയുടെ സപ്ലൈ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പായിട്ട് അത്യാവശ്യം ഫാനും ലൈറ്റും TV ഒക്കെ ഒന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ത് ഇൻവെർട്ടർ. ഓക്കെ, ആ ഇൻവെർട്ടർ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം, ഇൻവെർട്ടറും ബാറ്ററിയും നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുക? വെറുതെ അങ്ങോട്ട് പോയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ അങ്ങോട്ട് വാങ്ങല്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെർട്ടറും ബാറ്ററിയും സെലക്ട് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ കൃത്യമായി പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇൻവെർട്ടർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് KSEBിയുടെ സപ്ലൈ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ലോഡ് പ്രവർത്തിക്കണം എന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ലോഡിൻ്റെയും വാട്ട്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മീൻസ് ഒന്നുമില്ല, ഫാൻ ആണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും, നെയിം ഓഫ് ലോഡ് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫാന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ ഫാനിൻ്റെ പവർ കൺസംഷൻ എന്താണ്, എത്രയാ, 50 വാട്ട്സ് ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫാനൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ബോക്സിൽ എഴുതിയിട്ടുണ്ടാവും അത് എത്ര വാട്ട്സ് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നോർമലി ഒരു ഫാന് 50 to 60 വാട്ട്സ് ആണ് എന്ത് ചെയ്യുക, കൺസ്യൂം ചെയ്യുക. ഇപ്പോൾ BLDC ഫാൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഒരു 30 വാട്ട്സോ 20 to 30 വാട്ട്സ് ഒക്കെയാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ BLDC ഫാനായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നാലും ഒരു പഴയ ഒരു ഫാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, 50 വാട്ട്സ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ലോഡ്സ് പറയുമ്പോൾ 4 ഫാനാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5 × 4 എത്ര, 200 വാട്ട്സ് ആണ് ടോട്ടൽ എന്തെടുക്കുന്നത്, ഫാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത് ബാക്കപ്പ് ലോഡാണ്. അതായത് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കേണ്ട ലോഡുകളുടെ വാട്ട്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ലൈറ്റ് ആണ്. ലൈറ്റ് എത്ര വാട്ട്സ് ആണ്, ഈ 20 വാട്ട്സ് എടുത്തിട്ടുണ്ട്, 9 വാട്ട്സ് ഉണ്ട്, 10 വാട്ട്സ് ഉണ്ട്. ഓക്കെ, ഞാൻ 20 വാട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര വാട്ട്സ് ആണോ അത് നിങ്ങൾ നോക്കുക, ചെക്ക് ചെയ്യുക, ബോക്സിലുണ്ടാവും. ഒരു 5 ബൾബ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 × 5 100 വാട്ട്സ്. ഓക്കെ, 100 വാട്ട്സ് ആണ് എന്ത് ചെയ്യണത്, ടോട്ടൽ ബൾബ് എന്ത് ചെയ്യുന്നത്, പവർ കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ ടി വി നമ്മൾ വീട്ടിൽ കറണ്ട് പോയി നമ്മൾ TV പലരും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴത്തെ TV ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. LED TV ആണ് എടുത്തിട്ടുള്ളത്, 50 വാട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു TV ഉള്ളൂ, 50 വാട്ട്സ് തന്നെ. പിന്നെ ഡെസ്ക്ടോപ്പ്, ഇത് പലരുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും, അത്യാവശ്യമായിട്ട് ഓഫീസ് കാര്യങ്ങൾ യൂസ് ചെയ്യാനോ. അപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ ഒരു 60 വാട്ട്സ് വരും. ഡെസ്ക്ടോപ്പ് ആയതുകൊണ്ട് ഒരു 200 വാട്ട്സ് ആണ് എടുത്തുള്ളത്. നല്ല പവർ കൺസംഷൻ ഉള്ള ഒരു ഡിവൈസാണ് ഡെസ്ക്ടോപ്പ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡെസ്ക്ടോപ്പ് 200 വാട്ട്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി, 550 വാട്ട്സ് കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വേറെ എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ ചിലപ്പോൾ 550 550ൻ്റെ മുകളിലോ ഇത്ര വെച്ചാവും. പക്ഷേ ഞാൻ ഈ എക്സാമ്പിളിൽ എടുത്തത് 550 വാട്ട്സ് ആണ് എടുത്തുള്ളത്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക, ഞാൻ ഈ മെത്തഡാണ് പറഞ്ഞിരുന്നത്. 550 വാട്ട്സ് ആണ്. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓക്കെ, നമ്മൾ ടോട്ടൽ വാട്ട്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം, നിങ്ങൾക്ക് അറിയുണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ ഈ ഇൻവെർട്ടർ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഇന്ന ഇൻവെർട്ടർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് അവർ ചോദിക്കും എത്ര VA, എത്ര KVA. ഓക്കെ, എത്ര KVA വേണമെന്നാണ് ചോദിക്കുക. ഓക്കെ, ഈ KVA VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പാരന്റ് പവർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം എന്താണ്, ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ അതിലൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻവെർട്ടറിന്റെ റേറ്റിംഗ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമുക്ക് 550 വാട്ട്സിന് ഇൻവെർട്ടർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, VAയിലാണ് ഇൻവെർട്ടർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ VAയിലാണ് അതിൻ്റെ റേറ്റിംഗ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ 550 വാട്ട്സിനെ നമുക്ക് കിട്ടിയപ്പോൾ ഇപ്പോഴത്തെ വാട്ട്സിനെ എന്ത് ചെയ്യണം, നമുക്ക് അപ്പാരന്റ് പവർ അതായത് VAയിലേക്ക് കൺവേർട്ട് ചെയ്യണം. VA എന്ന് പറഞ്ഞാൽ വോൾട്ട് ആംപിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പവർ എത്രയാണ്, 550 വാട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ VAയിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് അറിയാം പവർ ഫാക്ടർ. ഈ പവർ ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ, പവർ ഫാക്ടർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, പവർ ഫാക്ടർ ഒരു 0.8 ഇടുക. ഓക്കെ, അപ്പോൾ പവർ ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 550 ഡിവൈഡ് ബൈ 0.8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, 687.5 VA നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പവർ അപ്പാരന്റ് പവർ, അതായത് നമ്മുടെ റേറ്റിംഗ് കിട്ടുന്നുണ്ട്. ഓക്കെ, 687.5 കിട്ടുന്നുണ്ട്. ഈ 687.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണക്റ്റഡ് ലോഡാണ്, അതായത് നമുക്ക് വേണ്ട ലോഡാണ്. സോ അപ്പോൾ നമുക്കിപ്പോൾ ഫ്യൂച്ചറിലാകുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക്
ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും അഡീഷണൽ ലോഡോ അപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ലൈറ്റ് വർക്ക് ചെയ്യിക്കുകയോ അല്ല എക്സ്ട്രാ ഒരു ഫാൻ ഓടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു സേഫ്റ്റി മാർജിൻ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മളൊരു സേഫ്റ്റി മാർജിനായിട്ട് ഒരു 25 to 30% എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു ഫാനോ ഒരു ലൈറ്റോ അതോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു യൂസ് ചെയ്യുക, ഒരു 25 to 30% ആഡ് ചെയ്യുക നമ്മുടെ ഇതിനൊപ്പം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 25, അപ്പോൾ ഞാൻ 25% ആണ് എടുക്കുന്നത്. 25 നമുക്ക് 1.25 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 687.5 ഇൻറ്റു 1.25 പറഞ്ഞാൽ 25% ആണ്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 860 VA കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണ്ട ഇൻവെർട്ടർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 860 VA ആണ്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ എന്ത് ചെയ്യില്ല, 860 VA പറഞ്ഞിട്ടൊന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ അവൈലബിൾ ഇൻവെർട്ടർ റേറ്റിംഗ് ആണ്. നമ്മുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ റേറ്റിംഗ്സ് ആണ് ഇൻവെർട്ടർ ഉണ്ടാവുക. സ്റ്റാർട്ട് ചെയ്യുന്നത് 500 VA, 600, 700, 750, 800, 900, 1 kVA മുതൽ 20 kVA വരെ എന്തുണ്ട്, ഇൻവെർട്ടർ റേറ്റിംഗ്സ് ഉണ്ട്. നമുക്കിപ്പോൾ കിട്ടിയത് എത്രയാണ്, 860 VA ആണ്. അപ്പോൾ നമുക്ക് 800 എന്തായാലും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 900 VA കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 900 VA ഇൻവെർട്ടർ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഇൻവെർട്ടർ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾക്ക് എത്ര ലോഡ് ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യിക്കണം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് ബാറ്ററി. നമുക്കിനി അടുത്തതാണ് ബാറ്ററി സെലക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സെലക്ഷനാണ് ബാറ്ററി. ഓക്കെ, ബാറ്ററിക്കാണ് നമ്മുടെ ഇൻവെർട്ടറിലും ബാറ്ററി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് ബാറ്ററിക്കാണ്. അപ്പോൾ പലരും ബാറ്ററി വലിയ ഏജുള്ള ബാറ്ററിയൊക്കെ വാങ്ങിയിട്ട് ക്യാഷ് കളയാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ട ആവശ്യമുള്ള ഒരു ബാറ്ററി മാത്രം മതി, അല്ലാതെ റേറ്റിംഗ് നോക്കി വാങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കപ്പ് ടൈം ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, നമുക്കൊരു 2 hour ബാക്കപ്പ് ടൈം എടുത്തു. അതായത് ഈ ഫുള്ള് ലോഡ് എല്ലാ ലോഡും വർക്ക് ചെയ്യാൻ വേണ്ടി 2 hour ഞാൻ ബാക്കപ്പ് ടൈം എടുത്തു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ടൈം കൂട്ടാം. ഞാനിവിടെ 2 hour ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്, ഈ AH കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സിമ്പിളാണ്. പവർ ഇൻ വാട്ട്സ് ഇൻറ്റു ബാക്കപ്പ് ടൈം ഡിവൈഡഡ് ബൈ ബാറ്ററി വോൾട്ടേജ് ഇൻറ്റു ബാറ്ററി എഫിഷ്യൻസി ഇൻറ്റു ഇൻവെർട്ടർ എഫിഷ്യൻസി. ഓക്കെ, ഈ AH പറഞ്ഞാൽ എന്താണ്, ബാറ്ററി കപ്പാസിറ്റി, അതായത് ആംബിയർ ഹവർ. അതായത് ഒരു മണിക്കൂറിൽ എത്ര ആംബിയർ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബാറ്ററി കപ്പാസിറ്റി. അതിന് അനുസരിച്ചാണ് ബാറ്ററി കപ്പാസിറ്റി നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് AH. അതിന് AH എന്നാണ് പറയുക, ആംബിയർ ഹവർ എന്നാണ് പറയുക. V പറഞ്ഞാൽ ബാറ്ററി വോൾട്ടേജ്, H പറഞ്ഞ ബാക്കപ്പ് ടൈം. ഓക്കെ, എത്ര മണിക്കൂർ നമുക്ക് ബാക്കപ്പ് ടൈം ഉണ്ട്. നമ്മൾ 2 hour ഓൾറെഡി എടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി എഫിഷ്യൻസി, അതായത് നമ്മുടെ ബാറ്ററി ഫുള്ള് നമുക്ക് 100% എഫിഷ്യൻസി ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 80%, 70 to 80% ഒക്കെയാണ് നമുക്ക് ബാറ്ററി എഫിഷ്യൻസി കിട്ടാറുള്ളത്. ഞാനൊരു 80% ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു ഇൻവെർട്ടർ എഫിഷ്യൻസി ആയിട്ട് ഞാനൊരു 85%. അതായത് നമ്മളിപ്പോൾ ഇൻവെർട്ടർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അത്ര മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മുടെ ബാറ്ററിത്തെ DC വോൾട്ടേജിനെ AC-യിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഇൻവെർട്ടർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു ട്രാൻസ്ഫോമർ ഉണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ കൺവേർട്ടറും, അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന് നമുക്ക് ലോസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇൻവെർട്ടറിന് ഒരു ലോസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ കണ്ടക്ടറും അല്ലെങ്കിൽ ട്രാൻസ്ഫോമറൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ലോസ് കാരണം എന്ത് ചെയ്യണം, ഫുള്ള് ഔട്ട്പുട്ട് കിട്ടില്ല, കൊടുക്കുന്ന ഇൻപുട്ട് ഫുൾ ഔട്ട്പുട്ടായിട്ട് കിട്ടില്ല. അതുകൊണ്ട് അതിന് എഫിഷ്യൻസി നമുക്കൊരു 85% എടുക്കാം. ലോസസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു 85% ആണ്, 100% ഒരിക്കലും കിട്ടില്ല. അപ്പോൾ 85% എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ AH എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പവർ ഇൻ വാട്ട്സ് നമുക്ക് കിട്ടിയത് 550 watts ആണല്ലോ. അപ്പോൾ 550 watts ഇൻറ്റു 2 hour ബാക്കപ്പ് ടൈം 2 hour എടുത്തു. പിന്നെ ബാറ്ററി വോൾട്ടേജ് 12 volt. സാധാരണ ഒരു ബാറ്ററി വരിക, ട്യൂബുലർ ബാറ്ററി ഒക്കെ വരുന്നത് 12 voltലാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം, പക്ഷെ നമ്മുടെ ആവശ്യമനുസരിച്ച് മതി. നമുക്ക് ഇവിടെ ഒരു ബാറ്ററി മതി. ഓക്കെ, 12 ഇൻറ്റു 0.8 പറയുമ്പോൾ ഞാൻ 80%-നെ 0.8 ആക്കി എഴുതുകയാണ്. ബാറ്ററി എഫിഷ്യൻസിയാണ്. ഇൻറ്റു 0.85, അതായത് ഇൻവെർട്ടർ എഫിഷ്യൻസി. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 134.8 AH ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ എന്തില്ല, 134.8 AH പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റീസ് ആണ് ഇതൊക്കെ. 100 AH മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 100, 150, 180, 200, 250, 300 അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് കിട്ടിയത് ഇവിടെ എത്രയാണ്, 134
100.8 AH ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ളത് 100 പറ്റില്ല, നെക്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് 150 AH നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഈ 550 ലോഡ് 550 വാട്ട്സ്, ഓക്കെ, ഈ 550 വാട്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ മിക്സി അല്ല സോറി ഈ ഫാന് 4 ഫാന് 5 ലൈറ്റ് ഒരു TV ഡെസ്ക്ടോപ്പ് ഇത് ഫുള്ള് നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യുക 2 ഹവർ ബാക്കപ്പ് കിട്ടുക. ഓക്കെ, പക്ഷെ നമ്മൾ ഇതൊക്കെ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പ് വേണമെങ്കിൽ യൂസ് കുറയ്ക്കാം, ഫാന് യൂസ് കുറയ്ക്കാം. അത്യാവശ്യമുള്ള ലോഡ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല കപ്പാസിറ്റി കുറച്ചും കൂടി നമുക്ക് എന്ത് ബാക്കപ്പ് കിട്ടും. ഓക്കെ, 2 ഹവർ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് 4 ഹവർ 5 ഹവർ 8 ഹവർ 7 ഹവർ വരെ കിട്ടും. നമ്മൾ യൂസ് അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുക. ഫുള്ള് നമ്മൾ യൂസ് ചെയ്താലും നമുക്ക് ഈ 550 വാട്ട്സും കൂടി യൂസ് ചെയ്താലാണ് നമുക്ക് എന്ത് ബാക്കപ്പ് കിട്ടുന്നത്, 2 ഹവർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 150 AH പകരം വേണമെങ്കിൽ 200 AH ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 150 AH ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്താൽ മതി. 200 AH പറയുമ്പോൾ ഒരു 20,000 ഒക്കെ വരും, 20,000 മുകളിൽ പോവും. ബാറ്ററിയുടെ 23,000 ഒക്കെ വരും. ആമറോൺ അതുപോലെ വി ഗാർഡിൻ്റെ ബാറ്ററി കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും പ്രൈസ് വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ബാറ്ററി യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താണ് 134 AH കിട്ടിയോണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്തു, ഞാൻ ഇവിടെ 150 AH ഉപയോഗിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ അത് മതി. അപ്പോൾ ഇതാണ് ഇൻവെർട്ടറും ബാറ്ററിയും സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.